ബാഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സിറിയൻ സർക്കാരിനെ അട്ടിമറിക്കാൻ സിറിയൻ റിബലുകളായ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ വിജയിച്ചിരിക്കുകയാണിപ്പോൾ. ഈ തീവ്രവാദ റിബലുകൾ ആദ്യഘട്ടത്തിൽ അലപ്പോ പിടിച്ചെടുക്കുകയും പിന്നീട് സിറിയയിലെ വലിയ പട്ടണമായ ഹമാ പിടിച്ചെടുക്കുകയും അതിനുശേഷം ഹോംസ് പിടിച്ചെടുക്കുകയും ചെയ്തു. തീവ്രവാദികൾ ഇപ്പോൾ ദമാസ്കസും പിടിച്ചെടുത്തതോടെ അപകടം മണത്ത ബാഷർ അൽ അസാദ് കുടുംബമായി മോസ്കോയിലേക്ക് പലായനം ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ദമാസ്കസ് പിടിച്ചെടുത്തതോടെ ജയിലുകൾ തകർത്ത് അവിടുത്തെ തടവുകാരെയെല്ലാം തീവ്രവാദികൾ മോചിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആസാദിൻ്റെ ഭരണത്തിലായിരുന്ന കാലം മുതൽ സിറിയ ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും റഷ്യയുടെയും സഖ്യകക്ഷിയായിരുന്നു. ഇവിടെ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള നിരവധി ആയുധ നിർമ്മാണശാലകളും തീവ്രവാദി ബങ്കറുകളുമൊക്കെ സ്ഥിതി ചെയ്തിരുന്നു. ഹമാസിനും ഹിസ്ബുള്ളകൾക്കുമെതിരെയുള്ള യുദ്ധത്തിനിടെ ഇത്തരം ആയുധ നിർമ്മാണശാലകളിൽ പലതും ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയും ചെയ്തിരുന്നു. ഈ വിമത അട്ടിമറിയോടെ ഇപ്പോൾ സിറിയ തത്വത്തിൽ ഇസ്രായേലിൻ്റെ നേരിട്ടുള്ള പോർമുഖത്തേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. സിറിയയിലെ ആഭ്യന്തര സംഭവങ്ങളിൽ ഇടപെടുന്നില്ലെന്ന നിലപാടാണ് ഇസ്രായേലിൻ്റേത് എങ്കിലും തെല്ലും അമാന്തിച്ചു നിൽക്കാതെ സിറിയയുടെ വടക്കൻ അതിർത്തിയിൽ സൈനികവൽക്കരിക്കപ്പെട്ട ഗോലാൻ കുന്നുകളിൽ ഒരു ബഫർ സോൺ സൃഷ്ടിച്ചെടുത്ത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവിടെ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ പ്രതിരോധത്തിന് ആവശ്യമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് സൈന്യത്തെ അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. 1974 ശേഷം ആദ്യമായി ഇസ്രായേൽ ഈ പ്രദേശത്ത് പോസ്റ്റുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗോലാൻ കുന്നുകളിലെ സിറിയൻ അതിർത്തിയിൽ പുതിയ ഫെൻസിങ്ങുകൾ നിർമ്മിച്ച് പ്രതിരോധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂ ഈസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതുകൂടിയാണ്. ദമാസ്കസ് പിടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഇസ്രായേൽ അതിർത്തിയിലെ കൊനൈത്ര ദാര പ്രദേശങ്ങളുടെ നിയന്ത്രണവും വിമതസേനയും അവകാശപ്പെട്ടതോടെയാണ് ജാഗ്രത പൂണ്ട ഇസ്രായേൽ ബഫർ സോണിലേക്ക് അടുക്കരുത് എന്ന് തെക്കൻ സിറിയയിലെ വിമതസേനയ്ക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്നുള്ള സിറിയൻ ഗ്രാമമായ ഫാദറിന് സമീപമുള്ള പോസ്റ്റ് ആക്രമിക്കാൻ ശ്രമിച്ച വിമതരെ പിന്തിരിപ്പിക്കാൻ IDF പീരങ്കി ഷെല്ലാക്രമണം നടത്തുന്ന സാഹചര്യവുമുണ്ടായി. ഇസ്രായേൽ അതിർത്തിക്ക് സമീപമുള്ള തെക്കൻ സിറിയൻ ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് സുരക്ഷാപരമായ കാരണങ്ങളാൽ വീടിനുള്ളിൽ തന്നെ തുടരാനുള്ള അടിയന്തര നിർദ്ദേശമാണ് IDF ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ വിമത തീവ്രവാദികളുടെ കൈകളിൽ ആയുധങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സിറിയയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തുകയുണ്ടായി. കാഫർ നൗസയിലെ സുരക്ഷാ സമുച്ചയം, മസഖ് എയർവേസ്, ദമാസ്കസിലെ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നിവ ഉൾപ്പെടെ സിറിയയിലെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായാണ് ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുവൈദയിലെ ഗൽഗല എയർവേസിലെ വെടിമരുന്ന് ഡിപ്പോകളിലും ദാര ഗവർണറേറ്റിലെ സൈറ്റുകളിലും ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദമാസ്കസിലെ രാസായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും IDF മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വിമത ഭീകരന്മാർ ഞങ്ങളുടെ ദിശയിലേക്ക് തിരിയുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സൈന്യം അവരെ നിരീക്ഷിച്ചു വരികയാണെന്നും എന്താണ് എന്ന് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും സിറിയയിൽ നിന്ന് ഇറാൻ പുറത്തു കടക്കുന്നത് കാണുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നും പിന്നെ പ്രാദേശിക ഘടകങ്ങളുടെ ചലനങ്ങളെ ഒന്നാകെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും സിറിയൻ അതിർത്തി സന്ദർശിച്ച IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറഞ്ഞു വെച്ചിരുന്നു. ഏതായാലും സിറിയയിലെ വിമത അധിനിവേശം പൂർണ്ണമായാൽ ഇസ്രായേലിന് പൂർണ്ണമായ അർത്ഥത്തിൽ മറ്റൊരു ഇര കൂടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ചുരുക്കം. അതിനിടെ സിറിയയിലെ ബാഷർ അൽ അസാദിൻ്റെ ഭരണത്തിൻ്റെ പെട്ടെന്നുള്ള ഈ പതനം അതിലേക്ക് നയിച്ച സംഭവങ്ങൾ തങ്ങളാണ് ആസൂത്രണം ചെയ്തത് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന സാഹചര്യമുണ്ടായി. ഇറാനും ഹിസ്ബുള്ളകളും തങ്ങൾ ഏൽപ്പിച്ച പ്രഹരത്തിൻ്റെ തുടർച്ചയാണ് സിറിയയിലെ ഭരണമാറ്റമെന്നും നെതന്യാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 24 വർഷങ്ങളായി ബാഷർ അൽ അസാദിൻ്റെ ഭരണത്തിൽ മുന്നോട്ടു പോകുന്ന സിറിയയിലേക്ക് റിബലുകളുടെ അധിനിവേശങ്ങൾ ശക്തമായത് 2011 അറബ് വസന്തത്തോടുകൂടിയായിരുന്നു. അന്നു മുതൽ വിവിധ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ സിറിയയുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള അട്ടിമറി നീക്കങ്ങളുമായി ശക്തമായി നിലകൊള്ളുകയായിരുന്നു. 2014 ഈ വിമത സഖ്യത്തെ ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ IS പിടിച്ചെടുക്കുകയും അവരെ നേരിടാനായി അമേരിക്കയും റഷ്യയും തുർക്കിയും എല്ലാം ഒന്നിച്ച് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിമത ഭീകരന്മാരെ പിന്തുണച്ചുകൊണ്ടും ചില പ്രമുഖ രാജ്യങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. നിരവധി തീവ്രവാദി സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഹയാത്ത് തഹ്രീൻ അൽ ഷാം എന്ന
HTS എന്നറിയപ്പെടുന്ന തീവ്രവാദി ഗ്രൂപ്പാണ് ഇപ്പോൾ സിറിയൻ സർക്കാരിനെ അട്ടിമറിച്ച് ആ രാജ്യത്തെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തോടെ പശ്ചിമേഷ്യയുടെ മുഖം ആകെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏത് രീതിയിലേക്ക് സിറിയ മാറും എന്നുള്ളത് കാത്തിരുന്ന് കാണാമെന്ന് മാത്രം.